ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി ജമാഅത്തെ ഇസ്ലാമി, മാറാട് കലാപം തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് എങ്കിൽ അത് അഡ്വാൻറ്റേജ് LDF ആയിരിക്കില്ലേ? ഈ സമയത്ത് ആന്റി ഇൻകംബൻസി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിൽ ഒരു പക്ഷേ അത് ഡിസഡ്വാൻറ്റേജ് LDF ആവാം. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ കൃത്യമായി ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് എന്താണ്? വികസനം. ഇപ്പോൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞ വാചകം 3ാം തവണയും പിണറായി വിജയൻ വരുമെന്നാണ്. 2016 തെരഞ്ഞെടുപ്പിൽ NDAയുടെ താരപ്രചാരകനായി ഹെലികോപ്റ്ററിൽ ക്യാമ്പയിൻ നയിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന BDJS NDAയിലെ ഘടകകക്ഷിയാണ്. അപ്പോൾ നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാണെന്ന് ആകുമെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് BJP അഡ്രസ് ചെയ്യുക? വെള്ളാപ്പള്ളി നടേശൻ ജിനെ ഞാൻ ഒരു 10-15 കൊല്ലമായിട്ട് അറിയും. വലിയ ബഹുമാനിക്കുന്ന ആളാണ്, വ്യക്തിയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ ഇഷ്ടമാണെങ്കിൽ ഓക്കെ. വെള്ളാപ്പള്ളി നടേശൻ ജി എന്നോട് പറയുന്നത്, നിങ്ങൾ ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. ഇത് 10 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് വേസ്റ്റ് ചെയ്യുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷനായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ BDJS NDAയിൽ തുടരേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ലല്ലോ. കറക്റ്റ് അല്ലേ? അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് മിസ്റ്റേക്ക്? പറഞ്ഞു ഞങ്ങൾ ജയിച്ചില്ല. ഇനിയിപ്പോൾ ജയിക്കാൻ വളർച്ചേൻ്റെ സമയം കഴിഞ്ഞു. ഇനി പൊളിറ്റിക്കൽ ഗെയിൻസിൻ്റെ സമയമാണ്. ഞങ്ങൾ ജയിക്കാൻ തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, മുനിസിപ്പാലിറ്റി പിടിച്ചു, ഇതുവരെ കിട്ടാത്ത ഗ്രാമപഞ്ചായത്ത് പിടിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ജയിക്കും എന്ന് ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിലും ഞങ്ങളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പ് തന്ന് പറയുന്നു ഞാൻ. കാരണം ഇന്ന് ഞങ്ങളൊപ്പം ചർച്ച ചെയ്യുന്ന ആൾക്കാർ 10 കൊല്ലം മുമ്പേ ചർച്ച ചെയ്യാനായി തയ്യാറായിരുന്നില്ല. അത് ഞാൻ ഈ പേര് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. LDFൽ നിന്നാണോ UDFൽ നിന്നാണോ? റെജി ലൂക്കോസ് പോലെ ഒരാൾ, അദ്ദേഹം വന്നു, പാർട്ടി ജോയിൻ ചെയ്തു. നോക്കൂ, ഞാൻ ഒരു ഏറ്റവും റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയണേ, മുഖ്യമന്ത്രിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ LDFൻ്റെ സമയം, ആ ഐഡിയോളജീൻ്റെ സമയം, ആ പോളിറ്റിക്സിൻ്റെ സമയം കഴിഞ്ഞു.